വിശദമായി നോക്കാം. തിരുവനന്തപുരം വിഴിഞ്ഞം മൂക്കോലയിൽ ലോറിയിൽ നിന്ന് കരിങ്കല്ല് വീണ് ജീവൻ നഷ്ടമായ അനന്തുവിന് നാടിന്റെ കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴി. മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മുതൽ വൈകാരിക മുഹൂർത്തങ്ങൾക്കാണ് മുക്കോല സാക്ഷ്യം വഹിച്ചത്. ഡാൻകുര്യന്റെ റിപ്പോർട്ട് കാണാം. അനന്തുവിന്റെ വേർപാട് മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. ഏറ്റവും വല്ലാത്ത ദുഃഖകരമാണ്. ഒരു കുടുംബത്തിന്റെ എല്ലാമായിരുന്നു. രക്ഷകർത്താക്കൾ വളരെ പ്രതീക്ഷയോടുകൂടി പഠിപ്പിക്കുകയും ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ തന്നെ കുട്ടി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പോർട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും നിർബന്ധമായിട്ട് തൊഴിൽ നിയമങ്ങൾ പാലിച്ചിരിക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ നിർബന്ധമായിട്ട് തന്നെ പാലിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അത് തൊഴിൽ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇവിടെ നിരവധി സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്, പത്രങ്ങളിലൂടെയൊക്കെ തന്നെ കണ്ടിട്ടുള്ളത്. അതൊരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. നിർമ്മാണ പ്രവർത്തനത്തിന് നാട്ടുകാരെല്ലാം സഹായിക്കുന്നുണ്ടല്ലോ. നാട്ടുകാരുടെ ജീവന് അപായം ഉണ്ടാവുന്ന രൂപത്തിലും അപകടം ഉണ്ടാവുന്ന രൂപത്തിലും ഒരു കാരണവശാലുമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി പാടില്ല. അത് ഗവൺമെന്റ് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ കളക്ടർ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കളക്ടർ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരു റിപ്പോർട്ട് ഗവൺമെന്റിനെ ഏൽപ്പിക്കുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖ കവാടത്തിലേക്ക് കല്ല് കയറ്റിയെത്തിയ ലോറിയിൽ നിന്ന് കല്ല് തെറിച്ചു വീണ് ദാരുണമായി മരണപ്പെട്ട അനന്തുവിന്റെ മൃതദേഹം സംസ്കാരത്തിനായി വീട്ടിൽ നിന്ന് പുറത്തേക്കെടുക്കുമ്പോൾ അതിവൈകാരികമായ നിമിഷങ്ങൾക്കാണ് മുക്കോല ഗ്രാമം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരും ബന്ധുക്കളും അനന്തുവിന്റെ സുഹൃത്തുക്കളും അടക്കം നിരവധി ആളുകളാണ് ഈ വീടിന്റെ പരിസരത്ത് തടിച്ചുകൂടിയത്. വളരെ വൈകാരികമായ രംഗങ്ങളായിരുന്നു രാവിലെ മുതൽ ഈ വീടിന്റെ പരിസരത്ത് കാണാൻ കഴിഞ്ഞത്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ, ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായി വളർന്നു വന്ന 26-കാരനാണ് ദാരുണമായ അപകടത്തിൽ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഇതിനു മുമ്പും ഈ പ്രദേശത്ത് നിന്ന് സമാനമായ തരത്തിൽ കല്ലുകൾ അമിതഭാരം കയറ്റി ലോറികൾ പോകുന്നതിനെതിരെ വലിയ തരത്തിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ കൃത്യമായ നടപടികളെടുക്കാൻ കഴിയാതെ പോയതാണ് ഈ യുവാവിന് ജീവൻ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ് നാട്ടുകാരടക്കം പങ്കുവെക്കുന്ന രോഷം. മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ സർക്കാരിന്റെ പ്രതിനിധികളായി കുടുംബത്തിലെത്തി അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നിരുന്നു. ഈ കുടുംബത്തിന് കൃത്യമായ നഷ്ടപരിഹാരം നൽകി കൊടുക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്ന കാര്യം മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്നത് അദാനി ഗ്രൂപ്പാണ് ഇക്കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനം എടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സർക്കാർ തലത്തിൽ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. അവിടെ കൃത്യമായ നടപടികൾ പോർട്ടിന്റെ ഭാഗത്തുനിന്ന് തുറമുഖ വകുപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകും എന്ന് തന്നെയാണ് മന്ത്രി അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായി വളർന്നു വന്ന മിടുക്കനായ ഒരു 26-കാരനെയാണ് വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടത്തിൽ ഈ നാടിനും ഈ വീടിനും നഷ്ടമായിരിക്കുന്നത്. അതിന്റെ വേദന മാറുന്നതിന് മുമ്പ് തന്നെ ആ കുടുംബത്തിന് കൃത്യമായ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാരും പങ്കുവെക്കുന്നത്. ഇനി അമിതമായ ഭാരം കയറ്റി ലോറികൾ ഈ ഭാഗത്തുകൂടി വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് യുവജന സംഘടനകളടക്കം വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അരുൺ CS-നൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.